അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മെഡിറ്റേഷൻ കഴിഞ്ഞ സെഷനിലുള്ള, അതായത് നമ്പർ 9 മെഡിറ്റേഷനെ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പുനർജന്മം. ഈ പുനർജന്മം എന്ന് പറയുന്നത് പല ബുദ്ധിസ്റ്റ് മോങ്സും ഭിക്ഷുക്കൾ വരെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഉണ്ടെന്ന് വിചാരിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മറ്റ് പല മതങ്ങളും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന മറ്റ് മതങ്ങൾ, നമ്മൾ ഇവിടെ നിലനിൽക്കുന്ന മറ്റ് മതങ്ങളൊക്കെ തന്നെ ഇത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം. മരിക്കുമ്പോൾ നമ്മൾ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിനകത്തുള്ള കോശങ്ങൾ, അതായത് നമ്മുടെ ഈ ബോധം എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ജ്വലനം, ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ബോധവാനായിട്ടിരിക്കുന്നത്. അതങ്ങ് നശിക്കുക, അല്ലെങ്കിൽ ബ്രെയിനിലെ സെല്ലുകൾ നശിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത്, മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. മസ്തിഷ്കം മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ബോഡിയിലുള്ള മറ്റെല്ലാ അവയവങ്ങളുടെയും മരണം കൂടെ സംഭവിക്കുകയാണ്. കാരണം എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ മസ്തിഷ്കമാണ്. എന്തുകൊണ്ടാണ് മസ്തിഷ്കത്തിലെ ഈ സെല്ലുകൾ നശിക്കുന്നത്? കാരണം അതിനകത്ത് സെല്ലുകൾ നശിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് അതിനെ റീലൈവ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് അത് ഉണ്ടാവത്തില്ല. ആ സെല്ലുകൾ ഒരിക്കൽ പോയതാ. അപ്പോൾ അവിടെ ഓരോ കോശങ്ങളും, നമുക്കറിയാം ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും അതിൻ്റെതായ രീതിയിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓരോ കോശം ഓരോ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൃത്യമായ അളവിൽ പോഷകങ്ങളും ഓക്സിജനും ബ്ലഡ് കൊണ്ട് എത്തിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉൽപ്പാദനം നടക്കുന്നത്. ഈ ഊർജ്ജം തന്നെ ഇത് സംഭരിക്കുകയും ചെയ്യും, ഇത് ശരീരത്തിന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു ആക്ഷൻ ഓരോ കോശത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ കോശങ്ങൾക്ക് കൃത്യമായ അളവിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള കോശങ്ങളിൽ രക്തം എത്താതിരിക്കുകയോ ആവശ്യത്തിന് ഓക്സിജൻ എത്താതിരിക്കുകയോ പോഷകങ്ങൾ എത്താതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അത് ക്ഷയിക്കുന്നതും നശിക്കുന്നതും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോണിനെ ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ബൾബ് കത്തുന്നത് പോലുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിന് ചാർജ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രതിഭാസം, അതായത് കത്തുക, ജ്വലിക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നത് മാത്രമാണ്. അപ്പൊ അതിനുള്ള ചേരുവകൾ ഏതെങ്കിലും ഒരെണ്ണം മിസ്സാകുകയോ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിഭാസം അവിടെ ഇല്ലാണ്ടാവും. ഇപ്പൊ നമ്മൾ തീ കത്തിക്കുമ്പോൾ ഓക്സിജൻ വേണം, അതിനുള്ള ഇന്ധനം വേണം, അത് കത്താനുള്ള ഒരു വസ്തു വേണം, പിന്നെ അതിന് ആവശ്യത്തിനുള്ള താപ ഊർജ്ജം വേണം. അങ്ങനെ വരുമ്പോൾ നാലെല്ലാം കൂടെ കറക്റ്റ് ആയിട്ടുള്ള ചേരുമ്പോൾ മാത്രമാണ് ജ്വലനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നത്. എന്ന് പറയുന്ന പോലെ മാത്രമാണ് ഈ ബോധം എന്ന് പറയുന്ന സംഗതി നടക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ ഹൃദയം നിന്ന് പോവുകയാണെങ്കിൽ, രക്തം പമ്പ് ചെയ്യാൻ പറ്റാതെ അവിടം വരെ എത്താതെ പോവുകയാണെങ്കിൽ അന്നേരം കോശങ്ങൾ നശിക്കും, അവിടുത്തെ ഊർജ്ജോൽപാദനം നിലയ്ക്കും. നമുക്ക് ശ്വാസം മുട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിഷപ്പുകയേൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കോശങ്ങൾ നശിക്കും. ആഹാരം കഴിക്കാതെ കൂടുതൽ നാൾ നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ആഹാരം കൂടെ തീർന്നു പോകുമ്പോൾ, എനർജി കൂടെ തീർന്നു പോകുമ്പോൾ അപ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രെയിനിലുള്ള സെല്ലുകൾ നശിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് സെല്ലുകൾ നശിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരികയോ അപകടം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഹെമറേജ് വരികയോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ അവിടുത്തെ കണക്ഷൻസ് പോവുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിന് നാശം സംഭവിക്കുന്നത്, സ്ട്രോക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു നാശം ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ അടുത്തതായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ശരീരം പെയിലാവുകയാണ്. അതായത് നമ്മൾ ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് നിൽക്കുന്നു, ശരീരം പെയിലാവുന്നു. ശരീരത്തിന് ഇപ്പൊ ഈ നിറം കിട്ടുന്നത് ബ്ലഡ് എല്ലാ കോശങ്ങളിലും എത്തുന്നത് കൊണ്ടാണ്. പെയിലാവും, അതായത് വിളർന്നു. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ്, അതിന്റെ ടെമ്പറേച്ചർ താഴ്ന്നു നേരെ എന്താ പറയാ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവിന് നേരെ സമാനമാകുന്നു. അതായത് പുറത്തുള്ള താപനിലയുമായിട്ട് സെയിം ആവുന്നു. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വാം ബ്ലഡഡ് ആണ്. നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ടെമ്പറേച്ചർ എപ്പോഴും കൂടുതലായിട്ട് നിൽപ്പുണ്ട്. അതങ്ങ് ഇല്ലാണ്ടാവുന്നു, തണുക്കുന്നു ശരീരം. പിന്നെ സംഭവിക്കുന്നത് ശരീരത്തിന്റെ അകത്തുള്ള എല്ലാ പേശികളും എല്ലാം അങ്ങ് സ്റ്റിഫ് ആവും. അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് പോയിട്ട് എല്ലാം കൂടെ അങ്ങ് സ്റ്റിഫ് ആവും, മരം പോലെ വടി പോലെ ആയിപ്പോകും. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ്, നമ്മൾ ഏത് അവസ്ഥയിലാണോ നിൽക്കുക, കിടക്കുക, എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഭൂഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ആ ബ്ലഡ് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എൻസൈമുകളും ബാക്ടീരിയകളുടെ ഒക്കെ ഫലമായിട്ട് ഇതിന്റെ അകത്ത് പുതിയ
കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും ഇതിനകത്ത് പുതിയ ഗ്യാസുകൾ ഉണ്ടാകും. ഇത് വീർക്കുകയും ചെയ്യും, ശരീരം വീർക്കുകയും ചെയ്യും. അതിനാണ് ഈ പുട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിനകത്ത് ഡീകമ്പോസിഷൻ പതുക്കെ ദ്രവിച്ചു തുടങ്ങുന്നു, ഡീകമ്പോസിഷൻ നടക്കുന്നു. അതിനുശേഷം എല്ലും പല്ലും അല്ലാത്ത സാധനങ്ങളൊക്കെ ദ്രവിച്ച് ലയിച്ച് നമ്മുടെ ആഹാര സാധനങ്ങൾ അഴുകി മണ്ണിനോട് ചേരുന്നത് പോലെ തന്നെ അത് ബാക്ടീരിയകളുടെ ഫലമായിട്ട് അത് ഇല്ലാണ്ടാവുന്നു. പിന്നെ അവസാനം ഈ എല്ലും പല്ലും ഒക്കെ നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിക്കടിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് പിന്നീട് കിടന്ന് ഫോസിലുകളായി മാറി, ഫോസിലൈസേഷൻ. ഇത്രയാണ് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ഊർജ്ജോൽപാദനം നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നിലയ്ക്കുക മാത്രമാണ്, ഒരു സംഗതി കെട്ടുപോകുന്നത് പോലെ മാത്രം. അല്ലാതെ എന്നും ഒരു സാധനം എങ്ങോട്ടോ ചാടി പോകുന്നതോ ഇവിടെ നിന്ന് നേരെ വേറെ ലോകത്തേക്ക് പോവുകയോ ആ ലോകത്ത് നിന്ന് വേറെ എന്തെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് വരും, ഇങ്ങനത്തെ യാതൊരു പരിപാടികളും ഇല്ല. നമ്മൾ ഒത്തിരിയേറെ കഥകൾ കേട്ടിട്ടുണ്ട്, നിറം പിടിപ്പിച്ച കഥകൾ കേട്ടിട്ടുണ്ട്. ചിലരുടെ പേരത്ത് ബാധ വന്നുകൂടി, നടക്കാത്ത കാര്യമാണ്. നമ്മളിപ്പം ഒരു ബൾബ് അല്ലെങ്കിൽ ടോർച്ചിനകത്തുള്ള ഒരു ബൾബിന്റെ ടോർച്ചിന്റെ അകത്ത് ബാറ്ററി തീർന്നു പോകുക അല്ലെങ്കിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അത് കെട്ടുപോവുകയാണെങ്കിൽ അത് കെട്ടുപോവുക തന്നെയാണ്. അല്ലാതെ ആ പ്രകാശം മറ്റൊരിടത്തേക്ക് ചാടി പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല. ഒരു മെഴുകുതിരി കെട്ടുപോവുകയാണെങ്കിൽ ആ വെളിച്ചം അതിന്റെ ജ്വാല വേറെ എങ്ങോട്ടെങ്കിലും ചാടിപ്പോയി വേറെ ഏതെങ്കിലും ജ്വാലയിലോട്ട് ചാടിക്കയറണമെന്നില്ല. അപ്പൊ മറ്റേതെങ്കിലും ലോകത്തേക്ക് പോകുന്നു, ഞാൻ ഇങ്ങനെ മരിക്കാതെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സുഖമുള്ള നുണയാണ്. ആ സുഖമുള്ള നുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പല മതക്കാരൻ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, ഇത് കഴിഞ്ഞാൽ നരകം കിട്ടും, നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അങ്ങനെ ഒന്നും ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല, റിയാലിറ്റിയിൽ സംഭവിക്കുന്നില്ല. നമ്മൾ പറയുന്ന ബുദ്ധൻ പഠിപ്പിച്ച ധമ്മ എല്ലാം റിയാലിറ്റിയാണ്. ബുദ്ധൻ എടുത്തിരിക്കുന്നത് കൺസെപ്റ്റുകൾ തന്നെ പുള്ളിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് നടക്കുന്നത് ഒബ്സർവ് ചെയ്യുക, അത് പഠിക്കുക, നമ്മളോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനകത്തൊരു 4-5 തരം പ്രപഞ്ച നിയമങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അതായത് ഓരോന്നും സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളുടെയോ സംഭവങ്ങളുടെയോ ഫലമായിട്ടാണ് അടുത്ത മൊമെന്റ് സംഭവിക്കുന്നത്. അത് ഓരോ മൊമെന്റിലും എന്ത് സംഭവിക്കുന്നതും, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നു തൊട്ട് മുമ്പുള്ള കണ്ടീഷൻസിന്റെ ഫലമായിട്ടാണ് അടുത്ത മൊമെന്റ് സംഭവിക്കുന്നത്. അതാണ് ലോ ഓഫ് കോസാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു ലോയാണ് ലോ ഓഫ് ഇംപെർമനൻസ്. ഒന്നും പെർമനന്റ് ആയിട്ട് നിൽക്കുന്നില്ല. കാര്യം ഏറ്റവും ചെറിയ പരമാണു അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് തന്നെ ഡൈനാമിക്കാണ്. അപ്പൊ ആറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഡൈനാമിക്കാണ്. ഒരു ആറ്റം സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് ആണെങ്കിൽ ഈ പ്രപഞ്ചം ഡെഡ് ആയി പോകും, സ്റ്റില്ലായി പോകും, ഒന്നും ചലിക്കത്തില്ല. അപ്പൊ ആറ്റങ്ങൾ തന്നെ ഡൈനാമിക് ആയതുകൊണ്ടാണ് നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ലെവലിലേക്ക് പോകുമ്പോൾ ആറ്റംസ് എല്ലാം വൈബ്രേറ്ററി കണ്ടീഷനിലാണ്, ഓസിലേറ്ററി കണ്ടീഷനിലാണ്. അത് ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പഴയ ഭാരതീയ ദർശനത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലാപ കണങ്ങളാണ്. ആ കണങ്ങൾ കലാപാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥകൾ മാറുന്നത്, ഋതുക്കൾ മാറുന്നത്, ചെടികൾ ഉണ്ടാവുന്നത്, വളരുന്നത്, നശിക്കുന്നത്, എല്ലാം ഉണ്ടാവുന്നത് അങ്ങനെ തന്നെ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ലോയാണ് ഒന്നിൽ നിന്നും എന്താ പറയുക, ഒന്നും നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. ഒരാറ്റം പോലും നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. തന്നെ ഉള്ള ഒരാറ്റത്തിന് നമുക്ക് ഇല്ലാണ്ടാക്കാനും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫോം മാറ്റാം, അതിന്റെ സ്വഭാവം മാറ്റാം, മറ്റെന്തെങ്കിലും. ഇപ്പൊ നമുക്ക് കുറച്ച് വസ്തുക്കളുണ്ട്, നമ്മൾ ചുട്ട് കരിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടായി നമുക്ക് വിചാരിക്കും. ചുട്ടാൽ കാർബൺ ആറ്റംസ് ആയിട്ട് അത് മാറുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ആറ്റംസ് ഒന്നും ഇല്ലാതായിട്ടില്ല, ഡിസപ്പിയർ ആയിട്ടില്ല. അതുപോലെ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മുടെ കർപ്പൂരമൊക്കെ ഇരുന്ന് തന്നെ നേരെ അതങ്ങ് ആവിയായി പോകുന്ന ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ നേരിട്ട് തന്നെ അത് വേപ്പറായി പോകുന്നുണ്ട്. അപ്പോഴും വേപ്പറിൻ്റെതായിട്ടുള്ള മോളിക്യൂൾസിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ്, അല്ലാതെ അത് ഇല്ലാതാവുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാനോ പുതുതായിട്ട് ഒരു ആറ്റം പോലും സൃഷ്ടിക്കാനോ സാധിക്കില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള രീതിയിൽ ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആദ്യത്തെ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയ്ക്ക്, അത് ഇനർഷ്യക്കകത്ത് അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഉള്ള നമ്മൾ പറയുന്ന മറ്റൊരു നിയമമാണ് എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് ബുദ്ധൻ പറയുന്നത്, ഓരോന്നിനും ഓരോ ആക്ഷനും അതിന്റെ തിരിച്ചിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇതൊക്കെ നേച്ചറിന്റെ ലോസ് ആണ്. അല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന മറ്റ് മതങ്ങൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ മഹായാന ബുദ്ധിസം പറയുന്ന പോലെ ഇതിനകത്ത് സാങ്കല്പിക കൺസെപ്റ്റുകളോ ഭാവനാ സൃഷ്ടികളോ ഒന്നുമില്ല. ധമ്മ എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ലോസ് ആണ്, പ്രപഞ്ചത്തിന്റെ നിയമങ്ങളാണ്, യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ സ്വഭാവങ്ങളാണ്, അതിന്റെ പ്രോപ്പർട്ടിയാണ്, പ്രകൃതമാണ്. അത് തന്നെയാണ് നമ്മുടെ പ്രകൃതം പഠിക്കാനും പുള്ളി പറയുന്നത്. ഈ ലോസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും വർക്ക് ചെയ്യുന്നത്. കാരണം ഇതേ ആറ്റങ്ങൾ കൊണ്ടാണ് നമ്മളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു ലോയും കൂടെ ഉണ്ട്. അതായത് റൈറ്റ് കണ്ടീഷൻസ് കൃത്യമായ അളവിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക പ്രതിഭാസം അവിടെ ഉണ്ടാവും.
അതാണ് നമ്മൾ കെമിസ്ട്രിക്കകത്തൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. കെമിസ്ട്രി ചില ചില ചേരുവകൾ കൃത്യമായിട്ട് വരുമ്പോൾ മാത്രമാണ് ചെറിയ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അതിന്റെ റിയാക്ഷൻസിന്റെ ഏതെങ്കിലും ഒരു ചേരുവ മാറ്റുമ്പോഴോ അതിനെ ചേഞ്ച് വരുത്തുമ്പോഴോ ആ റിയാക്ഷന്റെ സ്വഭാവം മാറും. നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ബോധം മാറുന്നത് എങ്ങനെയാണ്? ബ്ലഡിന്റെ കോമ്പസിഷൻ മാറുന്നു. ആ കോമ്പസിഷൻ മാറുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ തലച്ചോറിനകത്തുള്ള പ്രവർത്തന ജ്വലനത്തിന്റെ സ്വഭാവം മാറുന്നു. നമ്മുടെ ബോധത്തിന് മാറ്റം വരുന്നു. നമുക്ക് ശ്വാസം കുറച്ച് കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫെയിന്റ് ആവും. നമ്മുടെ ബോധത്തിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ആഹാരം കൃത്യമായി കിട്ടാതെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ വ്യത്യാസം വരുന്നുണ്ട്. ബോധം പോലും സ്ഥിരമല്ല. ഈ പറയുന്ന ഊർജ്ജ ഉൽപാദനം പോലും സ്ഥിരമല്ല. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇതിനെ പഠിക്കുന്നത്, നമ്മുടെ ശരീരത്തെ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ മെഡിറ്റേഷനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ ഈ പ്രസന്റിൽ നിന്നുകൊണ്ട്, അതായത് നമ്മുടെ ശ്വാസത്തെ നിന്നുകൊണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രസന്റിൽ വരിക. അങ്ങനെ പ്രസന്റിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു അറിവ് എന്താണ്? നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ട് പോകുന്നുണ്ട്. കാര്യം നമ്മളെ കൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ചിന്തകളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ജാഗ്രത അവസ്ഥ, ബോധാവസ്ഥ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ചിന്തയ്ക്കകത്ത് നമ്മൾ പെട്ടുപോകുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അയ്യോ ഞാൻ ചിന്തയ്ക്കകത്ത് പെട്ടുപോയി, പിന്നെ ഞാൻ തിരിച്ചു വരും. പിന്നെയും നമ്മളെ കൊണ്ട് പോകും. കാര്യം നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ കോൺഷ്യസ്നെസ്, ജാഗ്രത അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ ചിന്തയ്ക്കകത്ത് നമ്മൾ പെട്ടുപോകുന്നു, ചിന്തയുടെ ആ ഭാഗമായി പോകുന്നുണ്ട്. ഈ ചിന്തയ്ക്കകത്ത് നമ്മൾ മുഴുകി പോകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ പറ്റി ബോധവാനാവുന്നില്ല. നമ്മൾ ചിന്തയ്ക്കകത്താണ് നമ്മുടെ ബോധം. നമ്മുടെ ഇരിപ്പ് ചിന്തയ്ക്കകത്താണ്, അല്ലെങ്കിൽ ചിന്ത വലിച്ചുകൊണ്ട് പോകുന്ന വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിനെയൊക്കെ മാറി നിന്ന് വീക്ഷിക്കാൻ പറ്റുന്നത് നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. അത് നമ്മളെ പറ്റിയുള്ള ജാഗ്രത അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്ത എവിടെയൊക്കെ പോകുന്നുണ്ട്, എൻ്റെ ശ്വാസം എവിടെയൊക്കെ പോകുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ് എവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, എൻ്റെ മനസ്സ് അതിനോട് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ ഒരു ചൊറിച്ചിൽ വരുന്നുണ്ട്, നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് മെഡിറ്റേഷൻ്റെ സമയത്ത് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചൊറിച്ചിൽ വരിക, നിങ്ങൾക്ക് അതിങ്ങനെ ചൊറിച്ചിലിനെ നിങ്ങൾ കാണുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു സെൻസേഷനാണ് ആ ചൊറിച്ചിൽ എന്ന് പറയുന്നത്. അതിങ്ങനെ ചൊറിഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനോട് ഇങ്ങനെ ശരീരത്തിൽ മൊത്തത്തിൽ അതിനോട് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ഒരു അസുഖകരമായ സെൻസേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചൊറിയണമെന്നുണ്ട്. അത് ചൊറിയാതിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് വല്ലാത്ത ഇറിറ്റേഷൻ വരും. എങ്ങനെയെങ്കിലും അതിനെ ചൊറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് അത് അടക്കാവുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചിരിക്കുന്നത്, നമ്മുടെ മൈൻഡ് അങ്ങനെ ശീലിച്ചിരിക്കുന്നത്. കാര്യം ആ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള സെൻസേഷൻ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ അതിനോട് റിയാക്ട് ചെയ്തു പോവുക. ഇങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇഷ്ടം തോന്നുന്നതും അങ്ങനെ തന്നെയാണ്. സുഖകരമായ അനുഭൂതികൾ വരുന്നതിനോടൊക്കെയാണ് നമ്മൾ ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധൻ ഇതിനെ മാറി നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു 5 തരം പ്രവർത്തനങ്ങൾ പാരലായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, കാണാൻ പറ്റും, നമുക്കും കാണാൻ പറ്റും. ഒന്ന്, നമ്മുടെ ഫിസിക്കൽ ബോഡിക്കകത്ത് എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ ബോഡിയാണ്. കാരണം അതിനകത്ത് കോശങ്ങളും അതിനകത്ത് എല്ലാ മാറ്റങ്ങളും വരുന്നുണ്ട്, രക്തം പമ്പ് ചെയ്യുന്നുണ്ട്, ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട്, എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, നമ്മുടെ ഈ ബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോധം ഇടയ്ക്കിടയ്ക്കൊക്കെ പലയിടത്തും പോകുന്നുണ്ട്, പല വഴികളും പോകുന്നുണ്ട്, ചിന്തയ്ക്കകത്ത് പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ തന്നെ ബുദ്ധത്തിന് അതിനെപ്പറ്റി മനസ്സിലായി, ഈ ബോധം എന്ന് പറയുന്നതും സ്ഥിരമായ ഒരു സാധനമല്ല. ആ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കുന്നത്. മൂന്നാമത്, അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, അദ്ദേഹം എന്ത് കാര്യങ്ങൾ അറിയുകയും അതായത് കാണുകയോ കേൾക്കുകയോ മണക്കുകയോ അല്ലെങ്കിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ വിവേചനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ് ഞാൻ കണ്ടത്, എന്താണ് ഞാൻ കേട്ടത്, എന്താണ് ഞാൻ മണത്തത്, എന്താണ് എന്നെ സ്പർശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിന്തിച്ചത് എന്ന ഒരു വിവേചനത്തിന്റെ ഒരു ഭാഗം മനസ്സിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പം ആദ്യം അറിയുന്നതിന് ശേഷം വിവേചിച്ചറിയുന്നതിന് ശേഷം ഉടനെ ഇത് ഇന്നതാണ്, ഇത് ഇങ്ങനെയാണ്, ഇതെനിക്ക് ഗുണകരമാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ദോഷകരമാണ്, ഇതെനിക്ക് ഹാനികരമാണ്, ഇത് അപകടമാണ്, ഇത് അപായമാണ്, അല്ല ഇതെനിക്ക് നല്ലതാണ്, ഇത് ഹാപ്പിയാണ്, ഇതെനിക്ക് ലാഭം കൊണ്ട് തരുന്നതാണ്. ഇങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ അതിനെ വിവേചനം ചെയ്യും. ആ വിവേചനം ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരത്ത് അടുത്ത മൊമെന്റിൽ തന്നെ അനുഭൂതികൾ ഉണ്ടാവും. അതായത് മനസ്സൊരു സിഗ്നൽ കൊടുക്കുകയാണ്, ചിന്തയൊരു സിഗ്നൽ കൊടുക്കുന്നു, ശരീരത്ത് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നു. ഒരു കറണ്ട് കൊടുക്കുമ്പം ഒരു കണ്ടക്ടർ ചൂടാവുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ എന്ന് പറയുന്നത് പോലെ ചിന്ത കൊടുക്കുന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അനുഭൂതികൾ.
ചിന്ത മാറുമ്പോൾ അനുഭൂതികൾ മാറും. ഈ അനുഭൂതിക്ക് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്ങിനനുസരിച്ചാണ് നമ്മുടെ മനസ്സിനകത്ത് ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇഷ്ടമോ അനിഷ്ടമോ ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് ആ കാര്യങ്ങൾ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ ഇഷ്ടമാണ്. ഇതെല്ലാം ശരീരത്ത് അത് തരുന്ന അനുഭൂതികളെ ആശ്രയിച്ചാണ് നമ്മുടെ മനസ്സ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇമോഷൻ ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പം നോക്കുമ്പോൾ ഇതാണ് അവിടെ സൈക്ലിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് സൈക്ലിക്കായിട്ട് അവിടെ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ബോധത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം നോക്കുമ്പോൾ ശരീരത്തിന്റെ ഈ 4-5 കാര്യങ്ങൾ പാരലായിട്ട് ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, നിരന്തരം നടന്നുകൊണ്ടിരിക്കുക, മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒന്നിനകത്ത് ഞാൻ എന്ന് പറയുന്ന ഒരു സ്ഥിരമായ സംഗതി ഇല്ല. ഈ പറയുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ശരീരമാണോ ഞാൻ? അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്ന ആറ്റങ്ങളുടെ ഒരു കൂമ്പാരമാണ്, അല്ലെങ്കിൽ ഒരു കമ്പോണൻസ്, ഒരു കോമ്പോസിഷനാണ്. അതുപോലെ തന്നെ ബോധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നുമല്ല, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വിവേചന മനസ്സെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തുണ്ടാകുന്ന സെൻസേഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ അനുഭൂതികൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മനസ്സിനകത്ത് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതികരണങ്ങളെ ആശ്രയിച്ച് പിന്നെ നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിൽ സെൻസേഷൻ ഉണ്ടാവും. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം പ്രതികരണം എന്ന് പറയുന്നത് ചിന്തയായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഈ 4-5 കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് അനിത്യമാണ് ഞാൻ സ്ഥിരമായിട്ടൊന്നല്ല. ഇത് ലോകത്ത് വേറെ ഒരു മതവും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് നിത്യമായ സാധനമാണ്. നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും, നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, നിങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ആത്മാവ് അവിടെ നശിക്കാതെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീത വരെ പറയുന്നുണ്ട്. തെറ്റാണത്. അങ്ങനെയല്ല സംഭവിക്കുന്നത് പ്രപഞ്ചത്തിൽ. ഓരോ മതങ്ങൾ തന്നെ, കോടിക്കണക്കിന് ആൾക്കാര് ഫോളോവേഴ്സ് ഉള്ള മതങ്ങൾ തന്നെ പറയുന്നത് പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് വിരുദ്ധമായ കാര്യങ്ങളാണ്. തെറ്റാണ് പറയുന്നത്. അങ്ങനെയല്ല പ്രപഞ്ചത്തിൽ നടക്കുന്നത്, റിയാലിറ്റി നടക്കുന്നത്. സങ്കല്പത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും സങ്കല്പിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു മരം നേരെ ചിറക് അടിച്ച് നേരെ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഇടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാൻ പറ്റും. പക്ഷെ ഒരു മരം അങ്ങനെ പോകുന്നില്ല. ഭാവനയ്ക്ക് അതിന് അതിരുകളില്ല. അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ സുഖകരമായ നുണകൾ നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ ആലോചിക്കാം. അങ്ങനെ ഒന്നാണ് എന്റെ ഉള്ളിൽ ഞാനുണ്ട്. കാര്യം എനിക്ക് ഞാൻ എന്ന് പറയുന്ന എന്റെ ആ ഒരു കൺസെപ്റ്റിനോട് ഭയങ്കരമായ അറ്റാച്ച്മെന്റ് ആണ്. ഇതാണ് മോഹ എന്ന് പറയുന്ന ബുദ്ധൻ പറയുന്നത്. ഇഷ്ടവും അനിഷ്ടവും മോഹവും, രാഗദ്വേഷ മോഹങ്ങൾ. രാഗവും ദ്വേഷവും എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഉണ്ടാവുന്ന നമ്മുടെ ഇമോഷൻസ് ആണ്. ഇഷ്ടവും അനിഷ്ടം. രാഗം എന്ന് പറയുന്നത് ഇഷ്ടം, ദ്വേഷം എന്ന് പറയുന്നത് അനിഷ്ടം. മോഹം എന്ന് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ്. അതായത് എന്നെ പറ്റിയുള്ള ഒരു ഇല്യൂഷൻ. അതിനോട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് മരണത്തെ പറ്റിയൊക്കെ ഞാൻ പേടിക്കുന്നത്. പക്ഷെ അദ്ദേഹം നോക്കുമ്പം ഫുള്ളായിട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനകത്ത് ഈ പറയുന്ന സ്ഥിരമായ ഒരു ഞാനില്ല. ഓരോ കമ്പോണൻസിനകത്ത് നോക്കിയാൽ അതിനകത്ത് ഇന്നും സ്ഥിരമായിട്ടൊന്നുമില്ല. പ്രപഞ്ചത്തിനകത്ത് മൊത്തമായിട്ട് ചാക്രികമായി നടക്കുന്ന സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സബ്ബേ പജലിതോ ലോകോ സബ്ബേ ലോകോ പകമ്പിതോ. അതായത് ഈ പ്രപഞ്ചം മൊത്തത്തിൽ തന്നെ ഇങ്ങനെ ഒരു ജ്വലനാവസ്ഥയിലാണ്, പ്രകമ്പനാവസ്ഥയിലാണ്, ഫ്ലക്സിലാണ്. അത് തന്നെയാണ് എന്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പൊ ഈ ഇംപെർമനൻസ്, അനിത്യത, നമ്മൾ നിരന്തരം ഓരോ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണത്. അത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ആത്മാവെന്ന് പറയുന്ന സാധനത്തെ പറ്റി അദ്ദേഹം ഒരിക്കലും പറയില്ല. പിന്നെ അദ്ദേഹം എന്താണ് പുനർജന്മത്തെ പറ്റി പറഞ്ഞത്? അപ്പൊ ആത്മാവ് പോയിട്ട് മറ്റേതെങ്കിലും ഒരു ജന്മം എടുക്കുന്നതിനെ പറ്റി അല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ഓരോ മൊമെന്റിലും ഞാൻ പുതിയ പുതിയ വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണത്? അറിയാത്ത ഇത് അദ്ദേഹത്തിന് ആ പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാത്തിനും മാറി നിന്ന് ജാഗ്രത അവസ്ഥയിൽ ഈ പറയുന്ന 5 കാര്യങ്ങളെ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവായി, അദ്ദേഹത്തിന് അതിനുള്ള പ്രാക്ടീസായി. അത് അറിയാത്തൊരു വ്യക്തിക്ക്, ഓരോ ചിന്തയുടെയും പുറകെ പോകുന്ന ഒരു വ്യക്തി, അയാൾ അറിയാതെ അന്നേരത്തെ മനസ്സിന്റെ കോമ്പോസിഷൻസും മാറ്റും, ശരീരത്തിന്റെ കമ്പോണൻസും മാറ്റും. കാരണം ശരീരം നമ്മുടെ ഈ മനസ്സ് കൊടുക്കുന്ന അനുസരിച്ചാണ് ശരീരത്തിന്റെ വൈബ്രേഷൻസും അതിന്റെ സംഗതികളെല്ലാം മാറുന്നത്. നമുക്കറിയാം, സൈക്കോളജിക്കലായിട്ടാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറുന്നത്. സൈക്കോസോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് മനസ്സിനകത്ത് ഉണ്ടാവുന്ന സിഗ്നലുകളാണ് കാരണം, ചിന്തകളാണ് കാരണം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെക്രീഷൻസ്, ഹോർമോണുകൾ, പേടിക്കുവാണെങ്കിൽ ഉണ്ടാവുന്ന ഹോർമോണ്, സന്തോഷിക്കുവാണെങ്കിൽ ഉണ്ടാവുന്ന ഹോർമോണുകൾ, അതുപോലെ തന്നെ ഓരോ കോശത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ്, നമ്മുടെ ഉള്ളിലെ എന്താ പറയുക മെറ്റബോളിസം, ഇതെല്ലാം മാറുന്നുണ്ട്.
നമുക്ക് അസുഖങ്ങൾ തന്നെ എത്രയോ അസുഖങ്ങൾ സൈക്കോളജിക്കലായിട്ട് വരുന്നുണ്ട്. ഈവൻ ക്യാൻസർ പോലും സൈക്കോസോമാറ്റിക് ആണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ. കൂടുതൽ സ്ട്രെസ് അടിച്ച, ഒത്തിരിയേറെ സ്ട്രെസ് നിരന്തരം എടുക്കുന്നവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഈ പറയുന്ന ഈ ഈ ബോധാവസ്ഥയിൽ നിന്ന് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണുന്നത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതറിയാത്തൊരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു ബോധം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് സ്വയം അവനെ പറ്റിയുള്ള ഒരു അറിവില്ലാത്ത ഒരാൾക്ക് സാധാരണഗതി ചിന്തകളുടെ പുറകെയായിരിക്കും പായുന്നത്. ചിന്തകളുടെ പുറകെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോ മാറി നിന്ന് നമ്മളെ ചിന്തകളെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ചിന്ത വേറെയാണ്, ഞാൻ വേറെയായിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ ചിന്തകളെ അകന്നു നിന്ന് മാറി നോക്കാൻ ഉള്ള കഴിവുണ്ട്. അത് ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ചിന്തകൾ അവിടെ അതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതില്ലാത്ത ഒരാളാണെങ്കിലോ, അയാൾ ചിന്തയ്ക്കകത്താണ്, ചിന്തയുടെ ഉള്ളിലാണ്. അപ്പൊ അയാളുടെ മനസ്സ് ഓരോ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനസ്സ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ബോഡിയുടെ കോമ്പണൻസും അതേ സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സും ശരീരവും കൂടെ കൂടുന്നതാണല്ലോ ഒരു വ്യക്തി. അപ്പൊ മനസ്സും ശരീരവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്താ സംഭവിക്കുന്നത്? അയാൾ ഓരോ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീയിങ് ഇസ് ബിക്കമിങ്. ഓരോ മൊമെന്റിൽ അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇംപെർമനൻസിനെ പറ്റിയുള്ള ഒരു ബോധം ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധം പലർക്കും അറിയത്തില്ല. ഞാൻ സ്ഥിരമായി നിൽക്കുകയാണെന്നാണ് മതങ്ങളും ചുറ്റുമുള്ളവരും എല്ലാവരും നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആണ്. മരിച്ചാലും ഞാൻ പിന്നെയും ജീവിക്കും, സ്വർഗത്തിലോ അടുത്ത ജന്മത്തിലോ, 7 ജന്മം 8 ജന്മം അങ്ങനെ കഥകൾ ഉണ്ടാക്കുകയാണ്. അടുത്ത ജന്മത്തിലും നീ തന്നെ എന്റെ പ്രണയിനിയായിരിക്കണം, നിങ്ങൾ തന്നെ എന്റെ പ്രണേതാവായിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ കേൾക്കാൻ സുഖമുണ്ട്. അങ്ങനെയൊന്നും അല്ല പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. ഞാൻ മരണം എന്താന്ന് പറഞ്ഞു, മരണത്തിന്റെ അടുത്തുള്ള പ്രോസസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബുദ്ധൻ പറയുന്നത് ഒരു കാര്യത്തിനെയും നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. അതൊരു പ്രപഞ്ച നിയമമാണ്. അപ്പൊ ഇവിടെയുള്ള സംഗതികളൊക്കെ വെച്ച് തന്നെയാണ് ഓരോ സമയത്തും ഓരോ ജീവജാലങ്ങളും ഓരോന്നും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തിന്റെയൊക്കെയോ കമ്പോണൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ ആറ്റംസ് ഉണ്ടാവും. പല ഡിനോസറിന്റെ വരെ ആറ്റംസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് പക്ഷെ അത് ഡിനോസറിനും പറയാൻ പറ്റില്ല അത് അതിന്റെ ആറ്റമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആറ്റങ്ങളാണ് വെച്ചിട്ടാണ്. ആറ്റങ്ങളുടെ ഒരു കോമ്പോസിഷനാണ് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു ജീവിയായിട്ട് നിൽക്കുന്നത്. മരങ്ങൾ മരങ്ങളാവുന്നത്, ചെടികളാവുന്നത്. അപ്പോ ഓരോന്നും ഇങ്ങനെയുള്ള സംഗതികളെ ഇവിടെ വെച്ചുകൊണ്ടിട്ടുള്ള എന്താ പറയാ പുതിയ പുതിയ കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും മാത്രമാണ് നമ്മളുടെ ഇവിടെയുള്ള എല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം പുനർജന്മങ്ങളാണ്. പക്ഷെ അതേ വ്യക്തി, അതേ ചേരുവകൾ, അതേ ബോധമായിട്ടല്ല നമ്മൾ രണ്ടാമത് പിന്നെയും മറ്റൊന്നും ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ചിലപ്പോൾ കിളിർത്തു വരാം, ചില പുഴുക്കളുണ്ടാവാം, ചില പ്രാണികളുണ്ടാവാം. ഇതെല്ലാം പുനർജന്മങ്ങളാണ്. മരിക്കുമ്പോൾ എല്ലാത്തിന്റെയും കോമ്പോസിഷൻസ് എല്ലാം, മൂലകങ്ങളെല്ലാം തിരിച്ച് ആ മൂലകങ്ങളിലേക്ക് പോവുകയും പിന്നീട് അവിടുന്ന് ഇതിന്റെ പുതിയ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാവുകയും പുതിയ പുതിയ ജീവനുകൾ ഉടലെടുക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു പഴം ഒരിടത്ത് വെച്ചിരുന്ന അത് ചീഞ്ഞു കഴിയുമ്പം അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഒരു പുഴുക്കളുണ്ടാവും. അത് എവിടുന്നാണ്? ആ പുഴുവിന്റെ അപ്പനും അമ്മയും വന്ന് അവിടെ മുട്ടയിട്ടതിന് ശേഷം പുഴുവുണ്ടായതാണോ? അല്ല. ചില റൈറ്റ് കോമ്പിനേഷൻസ്, ചില റൈറ്റ് കോമ്പോസിഷൻസ്, റൈറ്റ് അറ്റ്മോസ്ഫിയർ വരുമ്പോഴത്തേക്ക് റൈറ്റ് ഇഫക്റ്റുകൾ ഉണ്ടാവും, റൈറ്റ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ ഓരോ മൊമെന്റിലും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ അദ്ദേഹത്തെ പറ്റിയുള്ള കൃത്യമായ അറിവ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും നാളും അനേക ജാതി സംസാരം സന്താവിസം അനിവിസം എന്ന് പറയുന്നത്, അതായത് ഇത്രയും നാളും ഞാൻ പല പല ജന്മം എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ പെട്ടുകിടന്ന് ഞാൻ ഇങ്ങനെ ഉഴലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ഞാൻ ജാഗ്രത അവസ്ഥയിൽ നിന്ന് മാറി എന്ന് എല്ലാത്തിനും എനിക്ക് വീക്ഷിക്കാനുള്ള ബോധം കിട്ടി, ബോധമായി, ബുദ്ധനായി. അപ്പൊ അതുകൊണ്ട് ബോധാവസ്ഥയിൽ നിൽക്കുന്ന ഒരു 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 പ്രതിഭാസമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു പേരിട്ടിട്ട് കാര്യമില്ല. ഒരു പേരിടുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു മനസ്സും ശരീരവും കൂടെ ഒരു കോമ്പസിഷനാണ് ഒരാൾ ഒരു പേരിടുന്നത്. ബുദ്ധൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു പേരിട്ടാൽ അതിന് മീനിങ് ഇല്ല. ഇനി കാര്യം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോ
എനിക്കൊരു പേരിട്ട് കഴിഞ്ഞാൽ ആ പേരിട്ട മൊമെന്റിൽ അത് ശരിയാണ്, അതിനുശേഷം പിന്നെ ഞാൻ മാറി. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇതുപോലെ ഒരു ബ്രാഹ്മണൻ വന്ന് അദ്ദേഹത്തോട് ചൂടാവുന്നുണ്ട്. കാര്യം അയാളുടെ മകന് ഈ ബുദ്ധന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് അതിനകത്ത് ആകർഷണനായി ഈ ഇതിനു വേണ്ടി അഷ്ടാംഗമാർഗം വിപസന പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയും അങ്ങനെ ഈ ബ്രാഹ്മണന് അക്കാര്യത്തിൽ അയാൾ മകൻ വഴിതെറ്റി പോകുന്നത് ഓർത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ബുദ്ധനോട് തലേദിവസം ചെന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുകയും വഴക്ക് പറയുകയും അവസാനം ദേഷ്യപ്പെട്ട് ബുദ്ധന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതങ്ങ് ആ സിറ്റുവേഷൻ അങ്ങ് സോൾവ് ചെയ്ത് വിട്ടു. പിറ്റേ ദിവസം അപ്പം അയാളൊന്നും തിരിച്ചൊന്നും ബുദ്ധനൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഗൗതമനൊന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഇയാൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഇയാൾക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായി. തിരിച്ചെന്തെങ്കിലും ഒന്ന് പറയായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇയാൾക്ക് അത് വിഷമമായി. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു കാര്യം കണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടു തരികയാണെങ്കിൽ നിങ്ങൾ ആ ഗിഫ്റ്റ് സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ ഗിഫ്റ്റ് പിന്നെ തിരിച്ച് അയാൾ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ പറഞ്ഞൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ വെച്ചോളുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഇയാൾക്കുള്ളിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. പിറ്റേ ദിവസം അയാൾ ചെന്ന് ബുദ്ധനടുക്ക് ചെന്ന് സംസാരിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പ്രകോപനപരമായി സംസാരിച്ചിട്ട് നിങ്ങൾക്കൊന്നും തിരിച്ചെന്നോട് ചോദിക്കാനില്ല, എന്തൊന്നും പറയാനില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിനെപ്പറ്റി ഇനിയിപ്പോ സംസാരിക്കേണ്ട. ആ പറഞ്ഞ ആളും എല്ലാം നിങ്ങളും മാറി, ഞാനും മാറിയിട്ടുണ്ട്. ഇന്ന് വേറെ ആൾക്കാരാണ്. ആ ആൾ ഇന്നില്ല. ഇന്നലെ കേട്ട ആളില്ല, ഇന്നലെ പറഞ്ഞ ആളില്ല. അപ്പൊ ഇത്ര കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഇംപെർമനൻസിനെ ബുദ്ധൻ മനസ്സിലാക്കിയതാണ്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭയങ്കരമായ ഒരു നോളജ്. നമ്മുടെ യഥാർത്ഥ പ്രകൃതം മനസ്സിലാക്കുക, തമ്മ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്താണ്? അതുകൊണ്ടാണ് അനിത്യ, ദുഃഖ, അനാത്ത. അനിത്യത, ആത്മാവില്ല എന്നുള്ള തിരിച്ചറിവ്, ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ തിരിച്ചറിവ്. അതുപോലെ എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, ദുഃഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന അനുഭൂതികളോട് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അതിനെ നിങ്ങളുടെ ശരീരത്തിലുള്ള അനുഭൂതികളെ നിങ്ങൾ അങ്ങ് സ്വയം അതിനെ അങ്ങ് ഫേഡ് ഔട്ട് ആവാൻ, പാസ് ഓൺ ചെയ്യാൻ അനുവദിക്കുക. അതങ്ങ് പൊക്കോളും. നിങ്ങൾ മനസ്സ് നടക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു പ്രാക്ടീസ് ആയി വരുമ്പോൾ ശരീരത്തിലുള്ള സെൻസേഷനെ പറ്റി നിങ്ങൾ എപ്പോഴും ബോധവാനായിരിക്കും. അത് വരും പോകും. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഇങ്ങനെയാണ് അഷ്ടാംഗമാർഗം പഠിപ്പിച്ച് നമ്മളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ സമയത്തും റിയാക്ട് ചെയ്യും, നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ ശരീരം മാറും. അടുത്ത മൊമെന്റിൽ മറ്റൊരു റിയാക്ഷൻ വരും, നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ ശരീരം മാറും. ഇങ്ങനെയാണ് സാധാരണ ഒരു വ്യക്തി ജീവിക്കുന്നത്. ഇയാള് ഓരോ മൊമെന്റിലും പുതിയ പുതിയ ജന്മം എടുത്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് ആ പ്രശ്നമില്ല. കാരണം ഇദ്ദേഹം എല്ലാത്തിനെയും മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. ഒന്നിനകത്തോട്ട് അദ്ദേഹം ചെന്ന് മുഴുകുന്നില്ല. അതുകൊണ്ടാണ് ബുദ്ധനായിരിക്കുന്നത്. സംബുദ്ധ, പൂർണ്ണ ജാഗ്രതാവസ്ഥ, ഫുള്ളി കോൺഷ്യൻസ്, കോൺഷ്യസ് അല്ല കോൺഷ്യസ്, ഫുള്ളി പ്രസന്റ് എന്നൊക്കെ അദ്ദേഹത്തെ പറ്റി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അനന്തമായ ജാഗ്രത അവസ്ഥയുണ്ട്. അദ്ദേഹം ഒരിക്കലും ആബ്സെന്റ് മൈൻഡഡ് ആയി പോകത്തില്ല. നമ്മളാണ് ഇടയ്ക്കിടയ്ക്ക് ജാഗ്രതാവസ്ഥ വിട്ട് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയി പോകുന്നത്. പൂർണ്ണ ജാഗ്രതാവസ്ഥ എത്തിയ ഒരാൾ ഒന്നിനകത്തോട്ടും പോകത്തില്ല. കാരണം അയാൾ എല്ലാത്തിനെയും ജാഗ്രതയോടുകൂടി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ മനസ്സ് എപ്പോഴും അതിനകത്ത് ഒബ്സർവേഷന്റെ മോഡിലായിരിക്കും. ഒന്നിനകത്തോട്ടും ചെന്ന് വീഴുന്നില്ല. നമുക്കും അറിയാം, നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ മോഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയാതെയാണ് നമ്മൾ ഈ ജാഗ്രത നഷ്ടപ്പെട്ട് നമ്മൾ ചിന്തയിലേക്ക് വീണു പോകുന്നത്. പക്ഷെ അത് പോകെ നമുക്കത് കൃത്യമായിട്ട് വരികയും ചെയ്യും. നമ്മൾ പൂർണ്ണ ജാഗ്രതാവസ്ഥയിൽ എത്തുകയും ചെയ്യും. അത് കുറച്ചാൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അദ്ദേഹം പോയ അതേ അവസ്ഥയിൽ, അദ്ദേഹം മനസ്സിലാക്കിയ അതേ അവസ്ഥയിൽ നമ്മൾ എത്തും. അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന ഇഷ്ടങ്ങളുടെ പുറകെ പോകുന്നതും അനിഷ്ടങ്ങളുടെ പുറകെ പോകുന്നതും ഈ അത്യാഗ്രഹത്തിന്റെ പുറകെ പോകുന്നതും എല്ലാം സ്വന്തമാക്കി കൂട്ടാനുള്ളതിന്റെ പുറകെ പോകുന്നതും എന്താ പറയുക, പ്രതികാരത്തിന്റെ പുറകെ പോകുന്നതും അസൂയയുടെ പുറകെ പോകുന്നതും ഇതെല്ലാം നമുക്ക് മനസ്സിലാവും വെറും മണ്ടത്തരമാണ്. നമ്മൾ ഒരാളോട് അസൂയയോ അനിഷ്ടമോ ദേഷ്യമോ പ്രതികാരമോ ഒക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ ഇമോഷൻസ് എല്ലാം ഉണ്ടാവുന്നതും ഈ പറയുന്ന സെൻസേഷൻസ് എല്ലാം ബിൽഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അത് സ്വയം നിർത്തുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അറിയുകയും നമ്മുടെ മനസ്സിനെ എപ്പോഴും പീസ്ഫുൾ ആയി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോർ എ പീസ്ഫുൾ മൈൻഡ് ആൻഡ് എ ഹാർമോണിയസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ വെറുപ്പ് തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുപ്പുകൾ പിന്നെയും വെറുപ്പുകൾ നമ്മുടെ ഉള്ളിൽ പറയുമ്പോൾ നമ്മൾ തന്നെയാണ് കിടന്ന് പുഴുങ്ങുന്നത് ഉള്ളിൽ.
ഇതിന്റെ മുഴുവൻ ചൂടും പുകയും ഇതിന്റെ പുകച്ചിലും അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിലാണ്. അപ്പം പുനർജന്മം എന്ന് പറയുന്നതിനകത്ത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെ എങ്ങനെയൊക്കെയാണ് വളച്ചൊടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ അകത്ത് കയറി കൂടിയ ആൾക്കാർ ഇതിനെ ഒത്തിരിയേറെ കൺസെപ്റ്റുകളെ മാറ്റുകയും ഇതിനകത്ത് കുറച്ച് എന്താ പറയുക, ഇതിന്റെ അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡർ തന്നെ മാറ്റുകയും ഇതിനെ തെറ്റിച്ചു കളയുകയും ഇതിനകത്ത് എന്താ പറയുക മരണത്തിന് ശേഷം പിന്നെയും ജീവൻ ഇങ്ങനെ നിൽക്കുന്നു എന്നും അത് പ്രപഞ്ചത്തിൽ പല പല ആത്മാക്കളെ പോലെ തന്നെ പല പല എന്താ പറയുക അഭൗമ ശക്തികളായി നിലകൊള്ളുകയും ചെയ്യുമെന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടാണ് ഈ സംഗതി മാറിപ്പോകുന്നത്. ഇപ്പൊ മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ട്രാക്ക് അങ്ങനെയാണ് പോകുന്നത്. ധമ്മയല്ല അവർ പറയുന്നത്, ധമ്മ എന്നൊക്കെ അവർ വ്യതിചലിച്ചു പോയി. ധമ്മ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. മൂർത്തിയെ ആരാധിക്കുന്നതൊക്കെ മഹായാനാണോ? ഓരോ ദൈവങ്ങളൊക്കെ വെച്ചിട്ട് ആ മഹായാനയുടെ ഇതിൽ നിന്നാണ് ഈ ഹിന്ദുമതം ഇപ്പൊ നമ്മൾ പറയുന്ന ഇന്നത്തെ ഹിന്ദുമതം ഉണ്ടായിരിക്കുന്നത്. മഹായാന തന്നെ രൂപാന്തരപ്പെട്ട് അത് വജ്രയാനയായി, തന്ത്രയാനയായി, താന്ത്രിസമായി. പിന്നീട് ആ താന്ത്രിസമാണ് പിന്നീട് അതിന് ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോഴാണ് അതിന് ഹിന്ദുയിസം എന്നുള്ള പേര് വരുന്നത്. താന്ത്രിക ബുദ്ധിസമാണ് സത്യം പറഞ്ഞാൽ ഹിന്ദുയിസം. അപ്പൊ അതേ കൺസെപ്റ്റാണ്. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാരണവന്മാരെ നമ്മുടെ അസ്ഥികൾ കൊണ്ടുവച്ച് പൂജിക്കുക. അവരിത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക അവരവിടെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, കാക്കയെ കൈകൊട്ടിയിട്ട് വിളിച്ച് ബലിച്ചോറ് കൊടുക്കുക. ഇതൊക്കെ മണ്ടത്തരങ്ങളാണ്. നമ്മളെ അതുപോലെ ഒരാളുടെ ആത്മാവ് ഇവിടെ കിടന്ന് അലഞ്ഞു തിരിയുന്നുണ്ട്, ഈ വീട് ദോഷമുള്ളതാണ്. അതുപോലെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ബാധ കൂടിയതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കൺസെപ്റ്റുകൾ മുഴുവൻ ഇതുപോലത്തെ ഈ പൊട്ടത്തെറ്റുകളോ അല്ലെങ്കിൽ വിഡ്ഢിത്തങ്ങളോ ആണ്. ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് റിയാലിറ്റിയിൽ. പ്രേതം, ഭൂതം, പിശാച്, ഇതൊക്കെ ഇതിനെപ്പറ്റി എത്രയോ സിനിമകൾ, എത്രയോ നോവലുകൾ, എത്രയോ കഥകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണ്. അറിവില്ലാത്തത് കൊണ്ടുണ്ടാക്കിയ സാങ്കല്പികമായ ഭാവനാ സൃഷ്ടികളാണ്. അങ്ങനെ ഒരു പുനർജന്മോ അങ്ങനെ ഒരു ബോധമോ അങ്ങനെ ഒരു ആത്മാവോ സ്ഥിരമായിട്ടൊന്നും ഇല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ കോർ. നമ്മളുടെ പറ്റിയുള്ള അറിവിന്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത് അനിത്യത എന്ന് പറയുന്നത്, ഇംപെർമനൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഇംപെർമനൻസ് മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഇംപെർമനൻസ് നമ്മൾ മനസ്സിലാക്കും. കാര്യം നമ്മളുടെ അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്. നമ്മൾ എല്ലാ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോൾ യൂണിവേഴ്സ് ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അനിത്യത കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആവും. അതുപോലെ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു അവസ്ഥ, അത് കുറച്ചുകൂടെ നമ്മൾ പോയി നമ്മളത് അതിനകത്ത് നമ്മൾ ചെന്ന് മനസ്സിലാക്കും. നമ്മൾ ഞാൻ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് അനുഭവിച്ച് മനസ്സിലാക്കും. അങ്ങനെ അനുഭവിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് ഞാൻ എന്ന് പറയുന്ന ആ സങ്കല്പവുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ അറ്റാച്ച്മെന്റ് അങ്ങ് വിട്ടുകൾ. പിന്നെ മരണഭയം ഉണ്ടാവില്ല. പിന്നെ എന്താ, പ്രപഞ്ചത്തിന്റെ ഓരോരോ ഇതനുസരിച്ച് പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഓരോരോ പ്രതിഭാസങ്ങൾ ഇല്ലാണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എത്തുന്നു. അതില്ലാത്തവരാണെങ്കിൽ ഭയങ്കരമായ വല്ലാത്ത അവസ്ഥയായിരിക്കും. പ്രായം ചെന്ന് മുമ്പോട്ട് പോകും തോറും ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും അവരുടെ ഉള്ളിൽ. ഞാൻ ഇല്ലാണ്ടായി പോകും, ഞാൻ മരിച്ചു പോകും, അങ്ങനെയല്ല. അത് ഞാൻ എന്ന് പറയുന്നൊന്നും ഇല്ല. ഓരോ മൊമെന്റിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ പെട്ടെന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം. ഇന്നലെ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഇതിന്റെ ഒരു ടോപ്പിക്ക് ജസ്റ്റ് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സാർ. സാറേ, ഈ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഹോളിവുഡ് ഫോറിനേഴ്സിനും ഉണ്ടല്ലോ. അവരിങ്ങനെ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഉള്ളിലേക്ക് നോക്കാത്തവർക്ക് എല്ലാവർക്കും ഈ ആത്മാവെന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവും. എന്റെ ഉള്ളൊരു ഞാനുണ്ടെന്ന് തോന്നലുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന വിപസനെ ഡിറ്റാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ട് നോക്കുമ്പോഴോ കിട്ടുന്ന അറിവുകൾ കിട്ടത്തുള്ളൂ. അല്ലാത്ത എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഞാൻ എന്ന് പറയുന്ന ഉള്ളിലൊരു ഞാനുണ്ടെന്നുള്ള തോന്നലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം. ആത്മാവെന്ന് പറയുമ്പോൾ സെൽഫ് വന്നു കഴിയുമ്പോൾ സെൽഫിഷ്നെസ് വരുമ്പോഴത്തെ ഗ്രീഡ്,
സെൽഫിഷ്. അത് വരുമ്പോൾ ഞാൻ അവരെന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാവുന്നു, ഫൈറ്റുകൾ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, മത്സരബുദ്ധി ഉണ്ടാവുന്നു, കിടമത്സരം ഉണ്ടാവുന്നു. ഇതെല്ലാം ഉണ്ടാവുന്ന അവിടെ നിന്നാണ്. അയാളെ തന്നെ ഒബ്സർവ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ 4 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ, നിരന്തരമായി ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ കൃത്യമായിട്ട് ഞാൻ എന്താണെന്ന് പറയുന്നത് യഥാർത്ഥ എന്റെ പ്രകൃതം മനസ്സിലാവത്തുള്ളൂ, ധമ്മ മനസ്സിലാവത്തുള്ളൂ. ധമ്മ എന്ന് പറഞ്ഞ പ്രകൃതം. അതാണ് ബുദ്ധൻ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വിദേശത്തുണ്ടായ സെമിറ്റിക് മതങ്ങളിനകത്താണെങ്കിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെയും ഉണ്ട്. അവരാരും ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇതറിയാത്തവരാണ്. ഈ ബുദ്ധിസം നന്നായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? അതായത് അതിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സത്യം പറഞ്ഞാല് ബുദ്ധനും ബുദ്ധന്റെ ധമ്മവും. ഈവൻ ഭിക്ഷുക്കൾക്ക് പോലും ആ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവരാണ് ഭിക്ഷുക്കൾ പോലും കൂടുതലും. ഞാനും ഇതുപോലെ ഹിസ്റ്ററി കേട്ടപ്പോ സാറ് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടിരുന്നത്. പിന്നെയാണ് അങ്ങനെ പുനർജന്മം. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. പിന്നെ അധികം പിന്നെ കേൾക്കുന്നൊക്കെ പുനർജന്മം ഉണ്ട്, അങ്ങനത്തെ രീതിയിലാണ് കേൾക്കുന്നത്. പിന്നെ പുസ്തകങ്ങളും അത് കഴിഞ്ഞല്ലോ ചെറിയ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനത്തെ ചില പുതിയ കൺസെപ്റ്റുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കൺസെപ്റ്റുകൾ ഒന്ന് ത്രികായ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആഡ് ചെയ്തിട്ടുണ്ട്. ത്രികായ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ 3 വരെ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ രൂപകായം അല്ലെങ്കിൽ രൂപത്തിന്റെ ഇത് നിർമ്മാണകായം എന്ന് പറയുന്നത് രൂപകായം എന്ന് പറയും. ഈ ഒരു ശരീരം ഇതിനു മുമ്പ്, ഇങ്ങനെ ആവുന്നതിന് മുമ്പുള്ളത് ധമ്മകായം അല്ലെങ്കിൽ ഊർജത്തിന്റെ രൂപത്തിൽ നമ്മൾ നിൽക്കുന്നു. പിന്നീട് നമ്മൾ ഇങ്ങനെ വരുന്നു. ഇതിനുശേഷം മരിച്ചതിന് ശേഷം നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും കൂടെ കർമ്മങ്ങളെല്ലാം കൂടെ കൂട്ടം കൂടിയിട്ട് ഒരു ബോധം ഉണ്ടായിട്ട് മരണത്തിന്റെ അവസാനത്തെ മൊമെന്റിൽ ലാസ്റ്റ് വിഷൻ എന്നൊക്കെ നമ്മൾ പറയും, ലാസ്റ്റ് മൊമെന്റിലുള്ള ആ ബോധത്തിന്റെ ഫലമായിട്ട് അടുത്തൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കും. 31 തരം പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ട്, 31 തരം ലോകങ്ങൾ അവിടെ ഉണ്ട്. ആ ലോകങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ മരണത്തിന്റെ സമയത്തെ മനോഭാവം അനുസരിച്ച്, മനസ്സിന്റെ അകത്തെ ആ ഒരു അന്തരീക്ഷം അനുസരിച്ച് നമ്മൾ അങ്ങനെ പോകുന്നു. അതിന് പ്രതിസന്ധി ചിത്തം അല്ലെങ്കിൽ ഈ രണ്ട് ജീവനുകൾ അല്ലെങ്കിൽ 2 എക്സിസ്റ്റൻസുകൾ തമ്മിൽ പ്രതിസന്ധി ചെയ്യുന്ന അല്ലെങ്കിൽ സന്ധി ചെയ്യുന്ന ഒരു ചിത്തം, അതാണ് അവസാനത്തെ മൊമെന്റിലെ ബോധം. അങ്ങനൊരു ബോധമുണ്ട്. അതിനുശേഷം നമ്മൾ പ്രേതമാവുകയോ നല്ല ശക്തികളാവുകയോ കാരുണ്യമൂർത്തികളാവുകയോ അല്ലെങ്കിൽ ദുഷ്ടശക്തികളാവുകയോ ദുരാത്മാക്കളാവുകയോ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ഗോസ്റ്റുകളാവുകയോ പ്രേതങ്ങളാവുകയോ പിശാചാവുകയോ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു 31 തരം ലോകങ്ങളുടെ ഒക്കെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും പ്രപഞ്ചത്തിലുള്ളതല്ല. ഇങ്ങനെ ഒന്നും പ്രപഞ്ചത്തിലില്ല. ഇതൊക്കെ ഭാവനയാണ്. എന്നിട്ട് അതിന്റെ പേരിലാണ് പിന്നീട് കുറെ അവതാരങ്ങളെ ഉണ്ടാക്കുന്നു, ദുഷ്ടമൂർത്തികൾ ഉണ്ടാക്കുന്നു, നല്ല മൂർത്തികളെ ഉണ്ടാക്കുന്നു, അവരെ പൂജിക്കാൻ വേണ്ടിയിട്ട് മന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, ജപങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വഴിപാടുകളാവുന്നു, അർച്ചനകളാവുന്നു, പൂജകളാവുന്നു. പിന്നെ അത് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു, കാശ് വാങ്ങിക്കുന്നു. അതുപോലെ അവരുമായിട്ട് നിരന്തരമായി പൂജയും ജപവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇന്ന് സിദ്ധികൾ കിട്ടുന്നു. ആ സിദ്ധികൾ എനിക്ക് ഈ പറയുന്ന ആൾക്ക് സിദ്ധി ഉണ്ടെന്ന് വരുന്നു. സിദ്ധന്മാരുണ്ടാവുന്നു, ബാബാമാരുണ്ടാവുന്നു. പിന്നെ അവരുടെ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടേതായിട്ടുള്ള ആശ്രമങ്ങൾ ഉണ്ടാക്കുന്നു, ആൾക്കാർ അങ്ങോട്ട് എത്തുന്നു, വഴിപാട് കൊടുക്കുന്നു, കാശ് കൊടുക്കുന്നു, പിന്നെ തട്ടിപ്പാകുന്നു. ഇത് ഒരു തട്ടിപ്പിന്റെ ഒരു ലോകമാണ്. ഇതാണ് അതിന്റെ അതുപോലെ ഇപ്പോ ഈ ഇന്ത്യയിലെ ബുദ്ധിസത്തിന്റെ ഇല്ലായ്മ ഉണ്ടാവാനുള്ള ഒരു കാരണം ബ്രാഹ്മണിസത്തിന്റെ ഒരു ഇതാണല്ലോ. ആണ് ഇപ്പൊ പിന്നീട് രണ്ടാമത് ബ്രാഹ്മണിസം വരുന്നത്. അത് ഞാൻ ഈ കഴിഞ്ഞ 12-ാം തീയതി കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയില് സെമിനാറിലുണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വെച്ചതാണ്. അതിനകത്ത് ഇത് തന്നെയാണ് പറയുന്നത്, ഇന്ത്യയില് ബുദ്ധിസം ആശയപരമായിട്ട് നശിപ്പിക്കപ്പെട്ടത്. അപ്പൊ കേരളത്തില് അങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പ്രത്യേക എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതായത് എല്ലായിടത്തും ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഇതിനകത്തൊരു കാര്യം എന്താണ്, ഇതിനകത്ത് നമുക്ക് നമ്മളുടെ വെളിച്ചമാവുകയാണ്. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള പഠനം കിട്ടുകയാണ്, കഴിവ് കിട്ടുകയാണ്. നമുക്ക് പിന്നെ പുരോഹിതനെ ആവശ്യമില്ല, ആരാധനകൾ ആവശ്യമില്ല, വഴിപാടുകൾ ആവശ്യമില്ല, മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യം. പറയുന്നതിന് നീ നിന്നെ ആശ്രയിക്കുക, ധമ്മത്തെ മാത്രം ആശ്രയിക്കുക, മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പൗരോഹിത്യം എന്ന് പറയുന്നൊരു സംഗതി അവർക്ക് ജീവിക്കാൻ പറ്റാണ്ടാവും.
അപ്പൊ അത് ഇതുവഴിയൊക്കെ ഈ പറയുന്ന ധമ്മയുടെ എന്താ പറയാ പ്രചരണം നടന്നിട്ടുണ്ടോ, ആ വഴി കൂടെ ഒക്കെ മഹാനയും പുറകെ പോയിട്ടുണ്ട്. ആ വഴി കൂടെ ഒക്കെ മഹാന സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്ന് അതിനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കേരളം എന്നല്ല, മറ്റ് പല രാജ്യങ്ങളിലോട്ട് വരെയും പോയിട്ടുണ്ട്. ഇത് പ്യുവർ സയൻസ് ആണ്. നമ്മൾ പറയണ ധമ്മ, ബുദ്ധൻ പറഞ്ഞ ധമ്മ. പക്ഷെ അതിനെ അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് അതിനെ ഒരു രീതിയിലും പുറത്തു വരാത്ത രീതിയിൽ എല്ലായിടത്തും പുറകെ പോയി അതിനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലും വന്നിട്ടുണ്ട്. ഈവൻ ശ്രീലങ്കയിൽ പോലും പുറകെ പോയി അവിടെയുള്ള ഭിക്ഷുക്കൾക്ക് ഇപ്പൊ പകുതി അപ്പുറം അല്ല ഇപ്പുറം അല്ലാത്തൊരവസ്ഥയിലുണ്ട്. അതായത് കുറച്ച് മഹായാനയുടെ കൺസെപ്റ്റും പറയുന്നുണ്ട്, ഈ പറയുന്ന പുനർജന്മം സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ത്രിപിടകങ്ങൾ ഇതിനകത്ത് ആധികാരിക ഗ്രന്ഥങ്ങൾക്ക് അത് വരെ തിരുത്തൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഒരു ഗ്രന്ഥത്തെ ആശ്രയിക്കേണ്ട, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആശ്രയിക്കുക, ശരീരത്തെ നോക്കി പഠിക്കുക, ശരീരത്തെ ഒബ്സർവ് ചെയ്ത് പഠിക്കുക, ശരീരത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് നോക്കുക, അത് മാത്രം എടുക്കുക. ഏറ്റവും എളുപ്പമാണത്. ഒരു രീതിയിലും നമുക്ക് കലർപ്പ് വരുത്താൻ പറ്റത്തില്ല, നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം സിമ്പിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ജന്മത്തിന്റെ കൺസെപ്റ്റും ജന്മത്തിന്റെ കൺസെപ്റ്റും ഒക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേട്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ലിങ്ക് ഇടൂലേ? സോറി, ഈ വീഡിയോ ഇടൂലേ? ഇതെന്താ അറിയോ, ഈ ബുക്സ് ഇപ്പൊ മലയാളത്തിലുള്ള ബുക്സ് ഒക്കെ കുറവാണല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ ലൈബ്രറിയിൽ ചോദിക്കും. പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു ഇപ്പോ സിദ്ധാർത്ഥന്റെ ജീവിതകഥ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അതൊരു ഇതാണ്, മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോ അതിലാണ് പലയിടത്തും ഈ ബുക്കിനെ ആശ്രയിക്കുമ്പോ ബുദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ തന്നെ പുനർജന്മം പറഞ്ഞിട്ടുണ്ട്, ജാതക കഥകൾ പറയുന്നുണ്ട്. ജാതക കഥകൾ ബുദ്ധന്റെ പേരില്ല, ബുദ്ധൻ പറഞ്ഞൊന്നും പറഞ്ഞാ പറയുന്നത്. ബുദ്ധന്റെയൊക്കെ എത്രയോ 100-500 വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ സാധനമാണ് ജാതക കഥകൾ. അതൊന്നും അങ്ങനെ അറിഞ്ഞ പോലും കാര്യമല്ല. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പ്രചരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബുക്കുകളെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് പെട്ടുപോകും. അതുകൊണ്ടാണ് കലാമസൂത്രം എന്ന് പറയുന്ന സൂത്രത്തിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ ആരോട് നിങ്ങൾ ഒരു കാര്യം എടുക്കരുത്, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞ ഒരു കാര്യം എടുക്കരുത്, നിങ്ങൾ കാലങ്ങളായി കേട്ടുവരുന്ന കാര്യമാണെന്ന് പറഞ്ഞ നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കരുത്, അതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കാറായി. സാർ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. റിയാലിറ്റി ആണല്ലോ. മറ്റേതെന്ന് പറഞ്ഞാലേ നമുക്ക് ആണോ അല്ലേ എന്നാണല്ലോ. എത്ര ആയാലും നമുക്ക് വിശ്വസിക്കണോ വിശ്വസിക്കണ്ട, ഇതാവുമ്പോ അതില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ ആവുമ്പോഴേ കുട്ടികളൊക്കെ അങ്ങനെ പഠിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായി പഠിക്കുമ്പോൾ മാത്രമാണല്ലോ അവർക്ക് വിശ്വസിക്കാൻ പറ്റുക. മറ്റേത് പറഞ്ഞ കൺഫ്യൂഷനിലാണ് ജീവിതം മൊത്തം പോവുക. അതിന്റെ ഒരു ഇതുണ്ട്. എന്തായാലും താങ്ക്സ്. അപ്പോ വന്ന എല്ലാവർക്കും, ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും, അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാർക്കും, ചോദ്യങ്ങൾ ചോദിച്ചവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഇതിന്റെ ബാക്കി മെഡിറ്റേഷനും ക്ലാസ്സുകളുമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.